ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖലീഫയായിരുന്ന മഹാനായ അബൂബക്കർ ജഹദർ ശിബിലി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. അബൂബക്കർ ജഹദർ ശിബിലി റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ഉമ്മ വെച്ചു. ഈ സമയത്ത് ഫഖീറായ ഒരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് വന്നപ്പോ മുഹദ്ദിസായി മഹാനുഭാവൻ എന്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു എന്ന് സദസ്സിലുണ്ടായിരുന്ന ആളുകളെ ചോദിക്കുകയാണ്. അത് ആ സമയത്ത് സദസ്സിൽ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലെ രാത്രി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി. ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് സ്വപ്നത്തിലൂടെ കാണാൻ സാധിച്ചു. ഈ പറയുന്നതും ഇന്ന് ഞാൻ സംസാരിക്കുന്ന സംസാരത്തില് ആരുടെയൊക്കെ ചരിത്രം പറയുന്നോ ആ മഹാന്മാരൊക്കെ ഈ പരിശുദ്ധമായ വഴിയിലെ മഹാനായ ഖുതുബുസ്സമാന് മുമ്പ് കഴിഞ്ഞുപോയ മഹാനുഭാവന്മാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മഹാനായ ഖുതുബുസ്സമാനിലേക്ക് ഏത് വഴിയാണോ പരിശുദ്ധമായ തൗഹീദ് വന്നത്, ആ തൗഹീദ് ഏൽപ്പിക്കപ്പെട്ട മഹാനുഭാവനാണ്. അവരിൽപ്പെട്ട മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു. അവർ കടന്നു വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ കാരണം, ഞാൻ ബഹുമാനിക്കാൻ കാരണം, ഞാൻ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കാൻ കാരണം, ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ഇടയ്ക്ക് ആളുകൾ ഉറങ്ങുന്നോണ്ടാണ് ഞാൻ സ്വലാത്തിലേക്ക് വരുന്നത് കേട്ടോ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ഉറക്കം വരുന്നല്ലോ പറയണേ. അപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു സദസ്സിലേക്ക് വരാം. ആ സമയത്ത് മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ഉമ്മ വെച്ചു. ഖബ്ബല ബൈന ഐനൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് ഇതുപോലെ ഹദീസ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിൽ നിന്ന് അപ്പൊ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ പറഞ്ഞു, ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തെ ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു വരുന്നത് കണ്ടു. ഞാനിപ്പോ ചെയ്തതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു വന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചത് ഞാൻ കണ്ടു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബിനോട്, അല്ലാഹുവിന്റെ ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? പറഞ്ഞു, ഈ വ്യക്തി എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന ആയത്തും ഈ പരിശുദ്ധമായ സ്വലാത്തും നമ്മൾ കിടക്ക് ചെല്ലുന്ന ഈ സ്വലാത്തും 3 പ്രാവശ്യം ചൊല്ലാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചത്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനിച്ചു. അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവർ, ആ സ്വലാത്താണ് നമ്മൾ ചെല്ലുന്നത് ഓർമ്മിപ്പിച്ചതാ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. കരീമുല്ലാഹ് ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കൈകളിൽ നിന്ന് പരിശുദ്ധമായ തൗഹീദ് സ്വീകരിച്ചപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പരിശുദ്ധമായ വഴി ലഭിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പാടുകയാണ്, അദബ് കീജിയേ കേ ഷഹേ അംബിയാ കാ സിക്ർ ഹോതാ ഹൈ മുഹമ്മദ് മുസ്തഫ സല്ലി അലാ കാ സിക്ർ ഹോതാ ഹൈ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ഹയാത്തെ ജാവിദാ മിൽती है हर लम्हा मेरे दिल को
मेरी हर सांस में खैरुल वरा का जिक्र होता है. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്താൽ ആ ആൾക്ക് ലഭിക്കാൻ പോകുന്ന നന്മയാണ്, അനുഗ്രഹമാണ്, നിഅമത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാദിഷാ തങ്ങൾ ഇവിടെ പാടുന്നത് ഹയാത്തെ ജാവിദാ മിൽത്തി ഹൈ ഹർ ലംഹാ മേരെ ദിൽ കോ. ഓരോ സെക്കൻഡിലും ഒരു പുതിയ ജീവിതം എനിക്ക് ലഭിക്കുന്നു, ഓരോ നിമിഷവും ഞാൻ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നത് പോലെയല്ല, ഓരോ ശ്വാസത്തിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ഓർക്കാൻ കഴിയുന്നുവല്ലോ. ആ നിഅമത്തല്ലേ എനിക്ക് ലഭിച്ചത്. പരിശുദ്ധമായ മദീനയിൽ കിടക്കുന്ന, അവിടെ നിന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ ഓരോ നിമിഷവും എനിക്ക് ഓർക്കാൻ കഴിയുന്നു. ആ ഓരോ നിമിഷവും ഹയാത്തെ ജാവിദാ മിൽത്തി ഹൈ ഹർ ലംഹാ മേരെ ദിൽ കോ. എന്റെ ഹൃദയത്തിന് എന്റെ ഖൽബിന് പുതിയൊരു ജീവിതമാണ് ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ആ പവിത്രമായ സന്നിധിയിലേക്ക്, ആ പവിത്രമായ സദസ്സിലേക്ക് അവിടത്തെ ഓർക്കുന്ന സമയത്ത്, റസൂലുള്ളാഹിനെ ഓർക്കുമ്പോൾ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയുമ്പോൾ, ഓരോ നിമിഷവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുമ്പോൾ പുതിയൊരു ജീവിതമാണ് എനിക്ക് ലഭിക്കുന്നത്. ഹയാത്തെ ജാവിദാ മിൽത്തി ഹൈ ഹർ ലംഹാ മേരെ ദിൽ കോ मेरी हर सांस में ഖൈറുൽ വറാ കാ സിക്ർ ഹോതാ ഹൈ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും ഓരോ ശ്വാസത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം വരും. നാളെ പരലോകത്ത് ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞതിനു ശേഷം അല്ലാഹുവിന്റെ മുമ്പിൽ ഏകദേശം ഒരു 48 കോടി ശ്വാസത്തെക്കുറിച്ച് അല്ലാഹുവിനോട് ഉത്തരം പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ആ ശ്വാസം ചെലവഴിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷവും ഓർത്ത ആളുകളാണെങ്കിൽ, ഖുതുബുസ്സമാന്റെ കൈകളിൽ നിന്ന് ബൈഅത്ത് ചെയ്തവരാണെങ്കിൽ, ആ മഹാനുഭാവനെ കണ്ടവരാണെങ്കിൽ, ആ മഹാനുഭാവനിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് എത്തിയവരാണെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ ഓരോ ശ്വാസത്തിലും ഓർത്തിട്ടുണ്ട്. ചോദ്യം പോലും വരൂല മഹ്ശറയിൽ. അതേക്കുറിച്ച് ചോദ്യം വരില്ല. കാരണം അദ്ദേഹത്തിന്റെ ശ്വാസങ്ങൾ ചെലവഴിക്കപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹിയിലാണ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ മെഹബൂബാണ്, അല്ലാഹുവിന്റെ മഅ്ശൂഖാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിന്റെ പേരാണ്, ആ ഹബീബിനെയാണ് ഓരോ നിമിഷവും അദ്ദേഹം ഓർത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിസാബില്ല. ആ ഹിസാബില്ലാതെ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. ഒരൊറ്റ കാര്യമുണ്ട്, ആ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ഇഖ്ലാസോടുകൂടെയായിരിക്കണം. അതിന്റെ ഇഖ്ലാസ്, ആ പരിശുദ്ധമായ തൗഹീദ്, ആ പവിത്രമായ നാമം, ആ മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതുവഴി കണ്ണ് സൂക്ഷിക്കപ്പെടും, അദ്ദേഹത്തിന്റെ നാവ് സൂക്ഷിക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ കാതുകൾ സൂക്ഷിക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ മനസ്സ് സൂക്ഷിക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ അവയവങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. അദ്ദേഹം ഓരോ നിമിഷവും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലായിരിക്കും. ഓരോ നിമിഷവും കഴിഞ്ഞ ഒരു ശ്വാസം അദ്ദേഹം ചെലവഴിച്ചത് പോലെയല്ല അടുത്ത ശ്വാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഓർക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാദിഷാ ഖാദിരി ചിശ്തിയ ബനി ഖദീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതാ പറഞ്ഞത്, ഹയാത്തെ ജാവിദാ മിൽത്തി ഹൈ ഹർ ലംഹാ മേരെ ദിൽ കോ മേരെ സർ സാസ് മേ ഖൈറുൽ വറാ കാ സിക്ർ ഹോതാ ഹൈ. എന്റെ ഓരോ ശ്വാസത്തിലും റസൂലുള്ളാഹിനെ ഓർക്കാൻ കഴിയുന്നു. സയ്യിദ് മുഹമ്മദ് ബാദിഷാ തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന്റെ പരിശുദ്ധമായ സദസ്സിൽ നിന്ന്, ആ പവിത്രമായ കരങ്ങളിൽ നിന്ന്, ഈ കാലഘട്ടത്തിന്റെ സമാന്റെ ഖുതുബായ മഹാനവറുകളിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച സഹോദരന്മാരുണ്ട്. ഇവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ ഓരോ നിമിഷവും കഴിയുന്നുണ്ടോ? അവർ പറയും, ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഖുതുബുസ്സമാൻ വഴി ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ ഓരോ ശ്വാസത്തെ കുറിച്ചും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ ചെല്ലുന്ന സമയത്ത് ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ വഴിയാണ് ഖുതുബുസ്സമാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ വഴിയിൽ പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ നിലനിൽക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളാണെങ്കിൽ ആ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്തോഷത്തിലാണ് ഏത് സമയത്തും. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ സന്തോഷിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഫരിഹ ബിനാ ഫരിഹനാ ബി, മൻ ഫരിഹ ബിനാ ഫരിഹനാ ബി. സുബുലുസ് സലാം എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ളതാ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ദുആ ചെയ്തിട്ട് പോകട്ടോ, അവസാനം ദുആക്ക് ചെയ്തിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഫരിഹ ബിനാ, ആരെങ്കിലും നമ്മുടെ കാര്യത്തിൽ സന്തോഷിച്ചാൽ ഫരിഹ്നാ ബി, അവന്റെ കാര്യത്തിൽ നമ്മളും സന്തോഷിക്കും. നമ്മളുടെ കാര്യത്തിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ അവന്റെ കാര്യത്തിൽ നമ്മളും സന്തോഷിക്കും. ഈ ദിവസം അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്തുകൊണ്ടാണ് സന്തോഷിച്ച് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ നിന്ന് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. വ മമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ജീവിതത്തിലാണെങ്കിലും വഫാത്തിലാണെങ്കിലും രണ്ട് സമയത്തും ഇൻ റഅയ്തു ഖൈറൻ, നിങ്ങളെങ്കിൽ എന്തെങ്കിലും ഒരു ഖൈർ ചെയ്യുന്നത് കണ്ടാൽ ഹമിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. എന്റെ ഉമ്മത്തിലെ, എന്റെ യഥാർത്ഥ ഉമ്മത്തി, എന്റെ ഒരു മുഹിബ്, അദ്ദേഹം ചെയ്ത അമലല്ലേ എന്നോർത്തിട്ട് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വ ഇൻ റഅയ്തു ശർറൻ, ഇനി അദ്ദേഹം മോശമായത് തെറ്റാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയെങ്കിൽ, അദ്ദേഹം ആശിഖാണെങ്കിൽ മുഹിബാണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇസ്തഗ്ഫർതു ലഹു, ആ മനുഷ്യന് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അവിടെ ചിന്തിക്കാനുണ്ട്. അള്ളാഹ്